കേരളത്തിലെ ഈർപ്പമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥയും സമൃദ്ധമായ പച്ചപ്പും പാമ്പുകൾക്ക് വളരാൻ ഏറ്റവും അനുയോജ്യമായ സാഹചര്യമാണ് ഒരുക്കുന്നത്. കേരളത്തിലെ റബ്ബർ തോട്ടങ്ങളും കാർഷിക മേഖലകളും അണലി പോലുള്ള അപകടകാരികളായ പാമ്പുകളുടെ പ്രധാന ഒളിത്താവളങ്ങളാണ്. പുതിയ നിർമ്മാണങ്ങൾക്കായി കാടുകളും കുറ്റിക്കാടുകളും വെട്ടിത്തെളിക്കുമ്പോൾ സ്വാഭാവിക വാസസ്ഥലം നഷ്ടപ്പെടുന്ന പാമ്പുകൾ വീടുകൾക്കുള്ളിലേക്ക് അഭയം തേടുന്നു. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കാടും ജനവാസ മേഖലകളും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇത് പാമ്പുകൾ മനുഷ്യരുമായി സമ്പർക്കത്തിൽ വരാൻ കാരണമാകുന്നു. മാലിന്യങ്ങൾ അലക്ഷ്യമായി തള്ളുന്നത് എലികളെ ആകർഷിക്കുന്നു. എലികളെ തേടിയെത്തുന്ന പാമ്പുകൾ സ്വാഭാവികമായും വീടിനുള്ളിലും പരിസരത്തും എത്തിച്ചേരുന്നു. പാമ്പ് കടിയേറ്റാൽ ശാസ്ത്രീയ ചികിത്സ തേടുന്നതിന് പകരം അശാസ്ത്രീയമായ പാരമ്പര്യ വൈദ്യത്തിനാലെ പോകുന്നത് പലപ്പോഴും മരണകാരണമാകുന്നു. കടിയേറ്റാൽ പരിഭ്രമിച്ചോടുന്നത് വിഷം ശരീരത്തിൽ വേഗത്തിൽ പടരാൻ കാരണമാകും. ശരിയായ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചുള്ള അറിവില്ലായ്മ അപകടം വർദ്ധിപ്പിക്കുന്നു. ഗ്രാമപ്രദേശങ്ങളിലെ പല ആശുപത്രികളിലും ആന്റിവെനമോ വെന്റിലേറ്റർ സൗകര്യമോ ഇല്ലാത്തത് ചികിത്സ വൈകാനും മരണങ്ങൾ കൂടാനും ഇടയാക്കുന്നു. കേരളത്തിൽ പല പാമ്പുകടികളും സംഭവിക്കുന്നത് രാത്രിയിലാണ്. വെളിച്ചമില്ലാതെ പുറത്തിറങ്ങുന്നതും തറയിൽ കിടന്നുറങ്ങുന്നതും വലിയ അപകടസാധ്യതയുണ്ടാക്കുന്നു. ജാഗ്രതയും കൃത്യമായ അറിവുമാണ് പാമ്പുകടിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത്. കൂടുതൽ സുരക്ഷാ ടിപ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.